ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലില്ലീസ് ഓഫ് ദ വാലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് റോത്തൻബുർഗിലാണ്. ബെയറിനിലെ ഒരു അതിപ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. റോത്തൻബുർഗ് ഓഫ് ദ ടൗബർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ടൗബർ നദിയുടെ തീരത്തുള്ള ഒരു ചുവന്ന കൊട്ടാരം. ഞങ്ങൾ രാവിലെ തന്നെ ഇത് ഞങ്ങളുടെ ഹോട്ടലാണ്, താഴെ കാണുന്ന വിൽഡ്ബാദ് എന്ന് പറഞ്ഞ ഹോട്ടല്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഈ തവണ നമ്മുടെ ട്രിപ്പിൽ നമ്മോടൊപ്പം 2 ഫാമിലീസ് കൂടിയുണ്ട്. നമ്മുടെ സജീവ് ബ്രോയും റോഷനയുണ്ട്, പിന്നെ റിഹാൻ, പിന്നെ സിജിൻ ബ്രോയെ, ജിസ്മി, അവരുടെ മക്കൾക്ക് ലൂക്ക, മിക്ക, നോവ. നമ്മളെല്ലാവരും കൂടിയാണ് ഈ തവണത്തെ ട്രിപ്പ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മക്കൾക്കൊക്കെ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് ആണ്. ഞങ്ങളുടെ ഈ ഷോർട്ട് ട്രിപ്പിലേക്കും ഞങ്ങളുടെ ഫോട്ടോസിലേക്കും വീഡിയോസിലേക്കും ഒക്കെ നിങ്ങൾക്ക് സ്വാഗതം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് റോത്തൻബർഗിൻ്റെ അതിപ്രശസ്തമായ ഹിസ്റ്റോറിക് ഐക്കണായ ഫ്ലോ ലൈന് മുമ്പിലാണ്. ഫ്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ എൻ്റെ പുറകിൽ കാണുന്ന ബുർഗ് വോളിൻ്റെ ഒരു ചെറിയ കമാനവും പിന്നെ 2 സൈഡുകളിലും നമ്മുടെ മധ്യകാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഹാഫ് ടിമ്പേർഡ് ആയിട്ടുള്ള ഹൗസസ്. പിന്നെ നമുക്കറിയാം ഈ റോഡൊക്കെ ഇങ്ങനെ കല്ലുകൾ കൊണ്ട് പാകിയ മധ്യകാലഘട്ടത്തിലെ റോഡുകളാണിത്. ഒരു നല്ല വെൽ പ്രിസേർവ്ഡ് ആയിട്ട് ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. പിന്നെ റോത്തൻബർഗിലെ പ്രത്യേക വേറൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്നൊന്നാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്. യൂറോപ്പിൽ നമുക്കറിയാം, യൂറോപ്പിലുടനീളം ക്രിസ്മസ് മാർക്കറ്റ് നവംബറിൽ തന്നെ ആരംഭിക്കും. പക്ഷേ ഇവിടുത്തെ ഈ വഴികൾ മുഴുവനും 2 വശത്തും ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട്. അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ഒരു ചെറിയ ഷോപ്പാണ്. ഇതുപോലത്തെ ആയിരക്കണക്കിന് ഷോപ്പുകളാണ് ഈ വഴിയുടെ 2 വശങ്ങളിലുമായിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ ക്രിസ്മസ് വയനാട് മ്യൂസിയം കൂടിയുണ്ട്. ഇതിൽ കൂടിയുള്ള ഇന്ന് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ വഴിയിൽ കൂടി കല്ലുപാകിയ വഴിയിൽ കൂടിയും ഈ മധ്യകാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഈ ഹാഫ് ടിമ്പേർഡ് ഹൗസസിനിടയിൽ കൂടിയുള്ള ഈ നടക്കുന്നത് തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്.
ഞങ്ങളിപ്പം നിൽക്കുന്നത് റോത്തൻബുർഗിലാണ്. ബവേറിയൻ സ്റ്റേറ്റിൻ്റെ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന റോത്തൻബുർഗിൽ. ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്ന് ഇവിടുത്തെ ബുർഗ് ടൂറാണ്. ബുർഗ് വാൾ എന്നൊക്കെ പറയും. ഒരു ഒരു ടൗൺ മുഴുവനും ഭിത്തികളാൽ ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മിഡീവിയൽ കാലഘട്ടത്തിലുള്ള ഒരു കോട്ടയാണിത്. അതിൻ്റെ പ്രധാന കവാടമായ ബുർഗ് ടൂറിൻ്റെ ഒത്തിരി കവാടങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മെയിൻ എൻട്രൻസ് ആണ് എൻ്റെ പിറകിൽ ഈ കാണുന്നത്. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ഇന്ന് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. നല്ല തണുപ്പും -4 ഡിഗ്രി ഒക്കെ ആണെങ്കിലും സൺഡേ ആയതുകൊണ്ട് ഒത്തിരി തിരക്കില്ല. നമുക്ക് ഇവിടെയൊക്കെ ചുറ്റും ഈ കോട്ട മുഴുവനും കയറി ഇറങ്ങി കാണാവുന്ന നല്ല നല്ല കാഴ്ചകളാണുള്ളത്. ഒരു സ്ഥലത്ത് ഒരു വാലിയായിട്ടും അതിൻ്റെ താഴെ ടൗബർ നദിയുണ്ട്. പിന്നെ ക്രിമിനൽ മ്യൂസിയവും പിന്നെ ചെറിയ ചെറിയ അകത്തളങ്ങളും ഒക്കെ കൊണ്ട് വളരെ മനോഹരമാണ്. നമുക്ക് നടന്നു കാണാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. ഓരോരോ കാഴ്ചകൾ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വൂർസ്ബുർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ റോത്തൻബുർഗിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റേഴ്സ് അപ്പുറയുള്ള ഒരു സ്ഥലമാണ്, ബവേറിയയിൽ തന്നെയുള്ള. ഇതിൻ്റെ ഇപ്പം നിൽക്കുന്നത് വൂർസ്ബുർഗ് റെസിഡൻസ് ആണിത്. ഇത് ബറോക്ക് മോഡലിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കോംപ്ലക്സ് ആണ്. ഒരു 3 ബിൽഡിങ്ങുകളായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രാഗും അല്ലെങ്കിൽ ഹംഗറിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഇത്തരം രീതിയിലാണ് പണി കഴിച്ചത്. ബറോക്ക് മോഡലാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സെൻട്രൽ പോർഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സെൻട്രലിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ 1700കളിൽ പണി കഴിപ്പിച്ച ഒരു വലിയ ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ബിഷപ്പായിരുന്നു അന്ന് ഇവിടം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പണി കഴിച്ച ഇത് വേൾഡ് ഹെറിറ്റേജിൽ സെൻട്രൽ, അതായത് യുനെസ്കോയുടെ പട്ടികയിൽപ്പെട്ടിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണിത്. ഇതിൽ എൻട്രി ഫീസൊക്കെ ഉണ്ട്. നമ്മൾ ഫാമിലി ടിക്കറ്റൊക്കെ എടുത്ത് ഇനി അതിൻ്റെ അകത്ത് കയറി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പിന്നെ കാണാം.
ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വൂർസ്ബുർഗിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നായ മരിയൻബുർഗ് ഫോർട്രസിന് മുമ്പിലാണ്. ഇത് സിറ്റിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് കയറി വരുന്ന ഒരു കുന്നിന്റെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം AD 1200കളിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ്. പിന്നീട് അത് വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സിറ്റിയുടെ ഫുൾ ഒരു പനോരമിക് വ്യൂ ആണ് നമുക്ക് കാണുന്നത്. താഴെ ട്രൗബൺ റിവർ ഉണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ കോട്ട പൂർണ്ണമായിട്ടും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കത്തി നശിച്ചായിരുന്നു. പിന്നീട് അതിനെ റിനോവേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഈ രീതിയിലാക്കിയിരിക്കുന്നു. നല്ല തണുപ്പും മഞ്ഞുവീഴ്ചയൊക്കെയാണ് ഇവിടെ -2 ഒക്കെ ടെമ്പറേച്ചർ. എങ്കിലും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഈ കോട്ട വളരെ ഭംഗിയുള്ള ഒരു സംഭവം തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും കറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നു. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം.